ഹായ് ഓൾ, നമസ്കാരം. സൈലം പി എസിലേക്ക് സ്വാഗതം. എല്ലാവരും സെക്കൻഡ് ടെസ്റ്റിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഏതൊരു എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് വർക്കൗട്ട് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏതൊരു ലെവലിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ബോധ്യം നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുമായിട്ടാണ്. കഴിഞ്ഞ തവണ നടന്ന സെക്കൻഡ് ടെസ്റ്റ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യവും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യം പറയാം. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് റൈറ്റ്സ് can be claimed only by Indian citizens and not by foreigners within the territory of India? അതായത് താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് റൈറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ അവകാശങ്ങളിൽ ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അവകാശങ്ങൾ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഏതൊക്കെ കൊടുത്തേക്കുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്, ഇക്വാലിറ്റി ബിഫോർ ലോ ഉണ്ട്, ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിത്തൗട്ട് ആംസ്. ഈ മൂന്ന് റൈറ്റ്സിൽ എന്താണ്, ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന റൈറ്റ്സ്. ആർക്കില്ല? ഫോറിനേഴ്സ്. ഈവൻ ദേ ആർ ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആണെങ്കിലും ഫോറിനേഴ്സിന് എന്തില്ല, ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അവകാശങ്ങൾ ഏതൊക്കെ എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫീച്ചേഴ്സ് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അല്ലെ. ആ ഒരു മേഖലയിൽ നിന്നുമാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു ചോദ്യം വന്നേക്കുന്നത്. അപ്പോ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫീച്ചേഴ്സ് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ NCERTസിലും SCERTസിലും അതുകൂടാതെ ലക്ഷ്മികാന്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് വളരെ ഇലാബറേറ്റീവ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. നോക്കിക്കേ, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒന്നാമത്തെ ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ കോംപ്രിഹെൻസീവ് ആൻഡ് ഡീറ്റെയിൽഡ്. അതായത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, സമഗ്രവും വിപുലവുമാണ് അല്ലെ. ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, അതേപോലെ അങ്ങ് പഠിക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ബേസിക് ആയിട്ടുള്ള കാര്യം അങ്ങ് പഠിക്കുക. എന്താണ്, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് സമഗ്രവും വിപുലവുമാണ്, അല്ലെങ്കിൽ എന്താണ്, കോംപ്രിഹെൻസീവും ഡീറ്റെയിൽഡുമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് മൗലിക അവകാശങ്ങൾ കോംപ്രിഹെൻസീവ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആണ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്, മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്, മൗലിക അവകാശങ്ങളുടെ റെസ്ട്രിക്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ദെൻ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ് പാർട്ട് 3 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ദെൻ അതുകൂടാതെ നമ്മൾ ഓരോ ആർട്ടിക്കിൾസ് എടുക്കുമ്പോഴും ആ ആർട്ടിക്കിൾസിന്റെ സ്കോപ്പ് എന്താണ്, അല്ലെങ്കിൽ ആ ആർട്ടിക്കിൾസിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, സമഗ്രവും അതുകൂടാതെ എന്താണ്, ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ വിപുലവുമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റും. ഒരു പക്ഷേ ഇനി വരുന്ന പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം ചോദിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, റീസൺ അസേർഷൻ ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്ത് വരും, അസേർഷൻ ആയിട്ട് പറയും മൗലിക അവകാശങ്ങൾ എന്താണ്, കോംപ്രിഹെൻസീവും ഡീറ്റെയിലും ആണെന്ന് പറയും. എന്നിട്ട് റീസൺ ആയിട്ട് പറയും എന്താണ്, ഓരോ ആർട്ടിക്കിളിന്റെയും സ്കോപ്പും ലിമിറ്റേഷനും എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മൗലിക അവകാശങ്ങൾ കോംപ്രിഹെൻസീവും ഡീറ്റെയിൽഡുമാണ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ഉത്തരം പറയാൻ പറ്റും. അസേർഷന്റെ കറക്റ്റ് റീസൺ തന്നെയാണ് പറയുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. ഓക്കെ, ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, മൗലിക അവകാശങ്ങളുടെ ഫീച്ചേഴ്സ് ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കൂട്ട് റീസൺ അസേർഷൻ പോലുള്ള ചോദ്യങ്ങളും ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ മനസ്സിൽ വെച്ചേക്കുക, എന്താണ്, നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവും ഡീറ്റെയിൽഡുമാണ്. മലയാളത്തിൽ പറയുവാണെങ്കിൽ എന്താണ്, സമഗ്രവും വിപുലവുമാണ്. അതിനുള്ള റീസൺ എന്താണെന്നും നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, സെറ്റ്.
ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഫീച്ചറിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ഫീച്ചർ എന്താ? മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്തല്ല, പരിപൂർണമല്ല, അല്ലെങ്കിൽ എന്താണ്, പൂർണ്ണമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല മൗലിക അവകാശം എന്നാണ് രണ്ടാമത്തെ ഫീച്ചറായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, എന്തായിരിക്കും അങ്ങനെ പറയുന്നത്? ദേ ആർ ക്വാളിഫൈഡ് with limitations and reasonable restrictions in collective interest of the society can be implemented. അതായത് മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റിന് കൊണ്ടുവരാനായിട്ട് പറ്റും ഫോർ ദ എന്താണ്, കളക്റ്റീവ് ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. അപ്പൊ സൊസൈറ്റിയുടെ കളക്റ്റീവ് ഇൻട്രസ്റ്റിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എവിടെ കൊണ്ടുവരാൻ പറ്റും, മൗലിക അവകാശങ്ങളിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന മൗലിക അവകാശങ്ങളൊന്നും എന്തല്ല, പരിപൂർണ്ണമല്ല. കാര്യം എന്താണ്, അവിടെ ലിമിറ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മൗലിക അവകാശങ്ങൾ എന്തല്ല, അബ്സല്യൂട്ട് അല്ല, അല്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് വേറൊരു ചോദ്യം കൂടെ വരാം. നമുക്കറിയാം മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? അപ്പൊ ഈ പറയുന്ന റീസണബിൾനെസ്സിനെ എന്ത് ചെയ്യണം, നമുക്ക് ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് ആയിട്ട് എടുക്കേണ്ടി വരും. എത്രത്തോളം നമുക്ക് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ റൈസ് ചെയ്യും, അല്ലെ? അപ്പൊ അവിടെ നമുക്ക് ഉത്തരവുമായിട്ട് എത്തുന്ന ആരാണ്, നമ്മുടെ കോടതിയാണ്. അപ്പം ഈ പറയുന്ന മൗലിക അവകാശങ്ങളിൽ എത്രത്തോളം റീസണബിൾനെസ് ഉണ്ട് എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ അധികാരപ്പെട്ട സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്, നമ്മുടെ കോടതികൾ തന്നെയാണ്. കോടതി തീരുമാനം. ഇപ്പൊ ഗവൺമെന്റ് പറയാണ് ഈ ഒരു മൗലിക അവകാശം എന്ത് ചെയ്യുന്നു, തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുന്നു, നമ്മളൊന്ന് റെസ്ട്രിക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, റീസണബിൾ റെസ്ട്രിക്ഷൻ ആണോ അല്ലയോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്, കോടതിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കാം. എന്താ നമ്മൾ പറഞ്ഞത്, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് അല്ല, ദേ ആർ എന്താണ്, ക്വാളിഫൈഡ് ആണ്. എന്താണ് കാര്യം എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റിന് റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി ഈ പറയുന്ന റീസണബിൾനെസ്സിന്റെ കാര്യം അല്ലെങ്കിൽ റീസണബിൾനെസ് എന്ന് പറയുന്ന ആ ഒരു സംഗതി ആരാണ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആരാണ്, കോടതികളാണ് എന്ത് ചെയ്യുന്നത്, അത് ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവും ഡീറ്റെയിൽഡുമാണെന്ന് പറഞ്ഞു. അതുകൂടാതെ മൗലികാവകാശങ്ങൾ എന്താണ്, അബ്സല്യൂട്ട് അല്ല, ദേ ആർ ക്വാളിഫൈഡ്. ബിക്കോസ് എന്താണ്, റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഈ രണ്ട് പോയിന്റ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റീസിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മൗലിക അവകാശങ്ങൾ എന്താണ്, ന്യായവാദത്തിന് എന്താണ്, അർഹമാണ്. അല്ലെന്നുണ്ടെങ്കിൽ മൗലിക അവകാശങ്ങൾ ജസ്റ്റീസിയബിൾ ആണ്. ജസ്റ്റീസിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് എന്ത് ചെയ്യപ്പെടുന്നു, നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മൗലിക അവകാശങ്ങൾ നടത്തി കിട്ടുന്നതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും. അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എന്തെന്ന് പറയുന്നത്, ജസ്റ്റീസിയബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. നോക്കിക്കേ, അലോസ് പേഴ്സൺ ടു മൂവ് ദ കോർട്സ് ഫോർ ദെയർ എൻഫോഴ്സ്മെന്റ് ഇഫ് ആൻഡ് വെൻ ദേ ആർ വയലേറ്റഡ്. അതായത് മൗലികാവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മൗലികാവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിനായിട്ട് നമുക്ക് എവിടെ പോകാൻ പറ്റും, കോടതിയിൽ പോവാനായിട്ട് പറ്റും. ഏത് കോടതിയിൽ പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഏതാണ്, നമുക്ക് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാനായിട്ട് കഴിയും. പക്ഷെ അവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണ്, സുപ്രീം കോടതിയാണ്. പക്ഷെ മൗലികാവകാശങ്ങൾ നമുക്ക് സ്ഥാപിച്ചു കിട്ടുന്നതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാനായിട്ട് നമുക്ക് പറ്റും. പക്ഷേ ഗ്യാരണ്ടർ, ഡിഫൻഡന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആരാണ്, സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും നമുക്ക് അവിടെ കാണും, ഓപ്ഷനിൽ കാണും. പക്ഷെ ഗ്യാരണ്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്, സുപ്രീം കോടതിയാണ്. കാര്യം ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ജൂറിസ്ഡിക്ഷനിലെ ഒരു ജൂറിസ്ഡിക്ഷനാണ് റെഡ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അത് എക്സ്ക്ലൂസീവായിട്ടും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്രിഞ്ച്മെന്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ആ ഒരു ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. എന്നാൽ ഹൈക്കോടതിയുടെ കേസിലേക്ക് വരുമ്പോഴത്തേനും അവിടെ എന്താണ്, ഹൈക്കോടതിക്കും റെഡ് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അത് പക്ഷേ മൗലികാവകാശങ്ങളുടെ ലംഘനം ഉണ്ടാകുമ്പോൾ മാത്രം വേണ്ടിയിട്ടുള്ളതല്ല, മറ്റു പല കാര്യങ്ങൾക്കും എന്ത് ചെയ്യാറുണ്ട്, ഹൈക്കോടതി റെഡ് ജൂറിസ്ഡിക്ഷൻ പ്രയോഗിക്കാറുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം,
പറയാം, ഈ പറയുന്ന റിട്ട് ജൂറിസ്ഡിക്ഷൻ എക്സ്ക്ലൂസീവ്ലി ഫോർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത് ആർക്കാണ്? സുപ്രീം കോടതിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സുപ്രീം കോടതിയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗ്യാരണ്ടർ, ഡിഫൻഡർ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ ആണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ മൂന്നാമത്തെ ഈ ഒരു ഫീച്ചറും നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. എന്താണ് ഞാൻ പറഞ്ഞത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റിസിയബിൾ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? ന്യായവാദത്തിന് അർഹമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മനസ്സിൽ വരേണ്ട ചോദ്യം എന്താണ്? എങ്ങനെയാണ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചാൽ എങ്ങനെയാണ്? നമുക്ക് ലഭിക്കേണ്ട ഏതെങ്കിലും ഒരു മൗലികാവകാശം ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോയിട്ട് അതിനൊരു റെമഡി കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ട പോയിന്റ് എന്താണ്? മൗലികാവകാശങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നമുക്ക് പോകാൻ പറ്റും. എന്നാലും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഡിഫൻഡർ, ഗ്യാരണ്ടർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആര് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആൻസർ ചെയ്യേണ്ട ആരെയാണ്? സുപ്രീം കോടതിയാണ്. കാര്യം അതിനുള്ള റീസൺ നിങ്ങൾക്ക് അറിയാം. റിട്ട് ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട് ഇസ് വൈഡർ ദാൻ എന്താണ്? സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന്റെ റിട്ട് ജൂറിസ്ഡിക്ഷനിലെ ഒരേ ഒരു പരിപാടി എന്താണ്? ഈ പറയുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ കേൾക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ മൗലികാവകാശങ്ങളുടെ ഫീച്ചറും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നാലാമത്തെ നമുക്ക് നോക്കാം. നാലാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നോട്ട് പെർമനന്റ്. അതായത് മൗലിക അവകാശങ്ങൾ എന്തല്ല? പെർമനന്റ് അല്ല എന്നുള്ളതാണ് നാലാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. കാര്യം നമ്മളെല്ലാവരും പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം മൗലികാവകാശം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് എന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ അല്ലേ? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പം നിലവിൽ എന്തല്ല? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തല്ല? ഒരു മൗലികാവകാശമല്ല. ആ ഒരു പോയിന്റ് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്? മൗലികാവകാശങ്ങൾ ഒന്നും എന്തല്ല? പെർമനന്റ് അല്ല. എന്ത് ചെയ്യാൻ പറ്റും? പാർലമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? അത് അമെൻഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. നോക്കിക്കേ, പാർലമെന്റ് ഹാസ് ദ പവർ ടു അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് ഫണ്ടമെന്റൽ റൈറ്റ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? പാർലമെന്റിന് നമ്മുടെ ഭരണഘടനയിലുള്ള ഏത് പ്രൊവിഷൻ വേണമെങ്കിലും എടുത്തു കളയാൻ പറ്റും, ഇൻക്ലൂഡിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇന്ന് കാണുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് നാളെ ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എന്താണ്? ദേ ആർ നോട്ട് പെർമനന്റ്. വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റിന് എടുത്തു കളയാനായിട്ട് പറ്റും. അപ്പൊ അവിടെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ് എന്ന് ചോദിച്ചാൽ ആരിലാണ്? പാർലമെന്റിലാണ് നിക്ഷിപ്തം. പക്ഷേ നമ്മുടെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്ന തരത്തിലുള്ള അമെൻമെന്റ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പാർലമെന്റിന് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? അമെൻമെന്റ് കൊണ്ടുവരാനായിട്ട് പറ്റും വിത്തൗട്ട് അഫക്റ്റിംഗ് എന്താണ്? ബേസിക് സ്ട്രക്ചർ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് പെർമനന്റ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ബിക്കോസ് ദേ ക്യാൻ ബി അമെൻഡഡ് ബൈ പാർലമെന്റ് എന്നുള്ളതാണ് അതിന്റെ റീസൺ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പക്ഷേ പാർലമെന്റിന് ചുമ്മാ അങ്ങ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഫണ്ടമെന്റൽ റൈറ്റ്സും കാര്യങ്ങളും അമെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്ത് ചെയ്യണം? അമെൻമെന്റിലൂടെ മാത്രം, അമെൻമെന്റ് ആക്ടിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ പറയുന്ന മൗലികാവകാശം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അമെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ മൗലികാവകാശങ്ങളുടെ ഫീച്ചർ ആയിട്ടുള്ള കാര്യം പറഞ്ഞു. എന്താണ്? മൗലികാവകാശങ്ങളൊന്നും പെർമനന്റ് അല്ല. കാര്യം എന്താണ്? പാർലമെന്റിന് അമെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അവിടുന്ന് എടുക്കേണ്ട മറ്റു പോയിന്റ്സ് എന്തൊക്കെയാണ്? ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്ന അമെൻമെന്റ്സ് ഒന്നും അനുവദനീയമല്ല. ഓക്കെ, ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? പാർലമെന്റിന് അമെൻമെന്റുകൾ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ അമെൻമെന്റുകൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു ഓർഡിനറി ആക്ടിലൂടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അമെൻമെന്റുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. എന്ത് വേണം? അമെൻമെന്റ് ആക്ടിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു ഭേദഗതി കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ റിപ്പീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അമെൻമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അമെൻമെന്റ് ആക്ടിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഏതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സ് കട്ടയിൽ ചെയ്യണമെങ്കിലോ റിപ്പീൽ ചെയ്യണമെങ്കിലോ ഒക്കെ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നാലാമത്തെ ഫീച്ചറും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അഞ്ചാമത്തെ ഫീച്ചറിലേക്ക് നമുക്ക് പോവാം. നോക്കിക്കേ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹാവ് വൈഡ് സെറ്റ് ഓഫ് ബെനിഫിഷ്യറീസ്. എന്താണ്? ഒരു വൈഡ് വെറൈറ്റി ഓഫ് ബെനിഫിഷ്യറീസ് ആർക്കുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഒരുപാട് ഗുണഭോക്താക്കളുണ്ട്, അല്ലെങ്കിൽ വൈഡ് വെറൈറ്റി ഓഫ് ഗുണഭോക്താക്കളുണ്ട് എന്നാണ് എന്ത് ചെയ്തേക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത്. അതിനുള്ള കാരണം നമുക്ക് നോക്കാം. നോക്കിക്കേ, സം ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ അവൈലബിൾ ഓൺലി ടു സിറ്റിസൺസ്. എന്താണ്? നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചില അവകാശങ്ങൾ ആർക്ക് മാത്രമേ ഉള്ളൂ? സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ. എന്നാൽ ചില അവകാശങ്ങൾ ആർക്കൊക്കെയാണ്? സിറ്റിസൺസിനും ഫോറിനേഴ്സിനും അതുകൂടാതെ ലീഗൽ പേഴ്സൺസിനും എന്ത് ചെയ്യാൻ പറ്റും?
എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ മൗലിക അവകാശങ്ങൾക്ക് ഒരു വൈഡ് സെറ്റ് ഓഫ് ബെനിഫിഷ്യറീസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആർട്ടിക്കിൾ 15, 16, 19, 29, 30 തുടങ്ങിയ ആർട്ടിക്കിൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് എൻജോയ് ചെയ്യാൻ ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ? ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ പറ്റത്തുള്ളൂ. ബാക്കി മൗലികാവകാശങ്ങളുടെ പ്രൊവിഷൻസ് എല്ലാം ആർക്ക് പറ്റും? സിറ്റിസൺസിനും ദെൻ ഫോറിനേഴ്സിനും ദെൻ ലീഗൽ പേഴ്സൺസിനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ മൗലിക അവകാശങ്ങളും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്താണ്? എല്ലാ മൗലിക അവകാശങ്ങളും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. സർട്ടൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർക്ക് വേണ്ടി മാത്രം ലിമിറ്റഡ് ആണ്? സിറ്റിസൺസിന് വേണ്ടി മാത്രം ലിമിറ്റഡ് ആണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 15-ലും ആർട്ടിക്കിൾ 16-ലും ആർട്ടിക്കിൾ 19-ലും ആർട്ടിക്കിൾ 29-ലും ആർട്ടിക്കിൾ 30-ലും പറയുന്ന പ്രൊവിഷൻസ് ആണ് എന്ത്? സിറ്റിസൺസിന് മാത്രമായിട്ട് എക്സ്ക്ലൂസിവിറ്റി ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ആർട്ടിക്കിൾസിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ആയിട്ട് കൊടുക്കുക. നോക്കിക്കേ, ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഫീച്ചറിനെ ബേസ്ഡ് ആണ് എന്ത് ചെയ്തേക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചർ നമുക്ക് നോക്കാം. എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി സസ്പെൻഡഡ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? സസ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ഫീച്ചറാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നോക്കിക്കേ, ഇറ്റ് ക്യാൻ ബി സസ്പെൻഡഡ് ഡ്യൂറിംഗ് ദ ഓപ്പറേഷൻ ഓഫ് എ നാഷണൽ എമർജൻസി എക്സെപ്റ്റ് ദ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ആർട്ടിക്കിൾസ് 20 and 21. അതായത് നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ എൻഫോഴ്സ് ചെയ്തിരിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 20-ൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസും ആർട്ടിക്കിൾ 21-ൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസും ഒഴികെയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? സസ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ അതുകൂടാതെ ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് എന്താണ്? വാറിന്റെയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷന്റെയോ ഗ്രൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആർട്ടിക്കിൾ 19 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സസ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആർട്ടിക്കിൾ 20, 21, 19 എന്നിവ ഒഴികെ ബാക്കിയെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? സസ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആർട്ടിക്കിൾ 20, 21 എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു കാരണവശാലും സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്താണ്? ഈ പറയുന്ന ഗ്രൗണ്ട് ഓഫ് വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ, ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. വേറൊരു സാഹചര്യത്തിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒരിക്കലും സസ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത 2 ആർട്ടിക്കിൾസേ ഉള്ളൂ. ആർട്ടിക്കിൾ 20, 21 ഏത് സാഹചര്യത്തിലും സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ നാഷണൽ എമർജൻസി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് എന്താണ്? ഓൺ ഗ്രൗണ്ട്സ് ഓഫ് വാർ അല്ലെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആർട്ടിക്കിൾ 19 കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സസ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കി 20, 21 എന്ത് ചെയ്യും? അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. പിന്നെ അതുകൂടാതെ വേറൊരു പോയിന്റ് ഓർത്തിരിക്കുക, മാർഷ്യൽ ലോ അല്ലെങ്കിൽ പട്ടാള ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന മൗലിക അവകാശങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസ്ട്രിക്ഷൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു ഫീച്ചറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും പോയിന്റ്സ് എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെ ഞാൻ പറഞ്ഞ പോയിന്റ്? മൗലിക അവകാശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സസ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആർട്ടിക്കിൾ 20, 19, 21 ഈ 3 ആർട്ടിക്കിൾസ് ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സസ്പെൻഡ് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് എന്താണ്? ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് വാർ അല്ലെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ആർട്ടിക്കിൾ 19 എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റിന് സസ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന 2 ആർട്ടിക്കിൾസേ ഉള്ളൂ. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21. എന്താണ് ആർട്ടിക്കിൾ 20? എന്താണ് ആർട്ടിക്കിൾ 21? എന്താണ് ആർട്ടിക്കിൾ 19? താഴെ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റും അടുത്തൊരു പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താണ്? മാർഷ്യൽ ലോ അപ്ലൈ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ മൗലിക അവകാശങ്ങൾ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്താണ്? റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ 6 ഫീച്ചേഴ്സ് എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില റൈറ്റ്സ് ഒക്കെ പോസിറ്റീവ് ആണ്, ചില റൈറ്റ്സ് ഒക്കെ നെഗറ്റീവ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും എന്താണ്? ശരിയായിട്ടുള്ള കാര്യമാണ്. അതും എന്താണ്? മൗലിക അവകാശങ്ങളുടെ ഒരു ഫീച്ചറാണ്. ഓക്കെ, കാര്യം നമ്മളിപ്പോൾ ആർട്ടിക്കിൾ 19 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് പ്രൊവിഷൻ? അതിലെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡത്തിലേക്ക് എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കടന്നുകയറ്റം അനുവദിക്കാത്ത കുറച്ച് പ്രൊവിഷൻസ് ആണ് അവിടെ പറയുന്നത് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ എന്താണ്? ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള സർക്കാരിന്റെ ഇടപെടലുകൾ എന്ത് ചെയ്യുന്നു? കർട്ടൈൽ ചെയ്യുന്ന അല്ലെന്നുണ്ടെങ്കിൽ കുറയ്ക്കുന്ന അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുന്ന റൈറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഗറ്റീവ് റൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മൗലികാവകാശങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില റൈറ്റ്സ് ഒക്കെ എന്താണ്? നെഗറ്റീവ് റൈറ്റ്സ് ആണ്.
ആണ്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. അപ്പൊ നെഗറ്റീവ് റൈറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട്. നെഗറ്റീവ് റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കടന്നുകയറ്റം എന്ത് ചെയ്യുന്നു? പരിമിതപ്പെടുത്തുന്ന അവകാശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഗറ്റീവ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഒരു നെഗറ്റീവ് റൈറ്റിന് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. ദെൻ അതുകൂട്ട് നമുക്ക് നമ്മുടെ മൗലിക അവകാശങ്ങൾ നമുക്ക് എന്തിനെ കാണാൻ പറ്റും? പോസിറ്റീവ് റൈറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. എന്താണ് പോസിറ്റീവ് റൈറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഗവൺമെന്റ് ചില വ്യക്തികൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് എന്ത് ചെയ്യണം? ബെനിഫിറ്റ്സ് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ലൈക്ക് ഇപ്പം ആർട്ടിക്കിൾ 21A എന്ത് പറയുന്നുണ്ട്? ഈ പറയുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ അവകാശത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. 14 വയസ്സുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ആക്ച്വലി എന്താണ്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റൈറ്റ് ആണ്. അപ്പൊ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ്? പോസിറ്റീവ് റൈറ്റ്സും നെഗറ്റീവ് റൈറ്റ്സും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് പോസിറ്റീവും റൈറ്റ്സും നെഗറ്റീവ് റൈറ്റ്സും ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലാതെ എല്ലാം എന്തല്ല? പോസിറ്റീവ് അല്ല, എല്ലാം എന്തുമല്ല? നെഗറ്റീവ് അല്ല. ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റൈറ്റ്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഈ ഒരു ഫീച്ചറും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അടുത്ത എന്ത് ചെയ്യാം? നമുക്ക് 8ാമത്തെ ഫീച്ചർ നമുക്ക് പഠിക്കാം. മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ സബ്ജക്ട് ടു എക്സെപ്ഷൻസ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് എന്താണ്? എക്സെപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. കാര്യം നമ്മൾ ആർട്ടിക്കിൾ 31A ആർട്ടിക്കിൾ 31B ആർട്ടിക്കിൾ 31C എന്താണ്? മൗലിക അവകാശങ്ങൾക്കുള്ള എക്സെപ്ഷൻസ് ആണ്. കാര്യം നമുക്കറിയാം മൗലിക അവകാശങ്ങളുടെ ലംഘനം ഉണ്ടാകുന്ന തരത്തിൽ യാതൊരു തരത്തിലുള്ള നിയമനിർമ്മാണവും നമുക്ക് എന്തല്ല പറ്റത്തില്ല അല്ലെ. പക്ഷേ ആർട്ടിക്കിൾ 31A ആർട്ടിക്കിൾ 31B ആർട്ടിക്കിൾ 31C എന്താണ്? ഇതിന് എക്സെപ്ഷൻസ് ആണ്. ഓക്കെ, അതുകൊണ്ട് മൗലിക അവകാശങ്ങൾ ആർ സബ്ജക്ട് ടു എക്സെപ്ഷൻസ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു സ്റ്റേറ്റ്മെന്റും വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആ എക്സെപ്ഷൻസ് ആണ് ഏതൊക്കെ എന്ന് പറയുന്നത്? 31A 31B ആൻഡ് 31C എന്ന് പറയുന്നത്. എന്താണ് 31A? എന്താണ് 31C? എന്താണ് 31B? നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശങ്ങളുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. 8 ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. ഫസ്റ്റ് ഫീച്ചർ നമ്മൾ പറഞ്ഞ എന്താ? മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവും ഡീറ്റെയിൽഡും ആണെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ദെൻ രണ്ടാമത് മൗലിക അവകാശങ്ങൾ എന്താണ്? ആർ നോട്ട് അബ്സല്യൂട്ട് എന്ന് നമ്മൾ പറഞ്ഞു. ദേ ആർ എന്താണ്? ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞു. അതിനുള്ള കാര്യവും നിങ്ങൾക്ക് അറിയാം. റീസണബിൾനെസിന്റെ കേസൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കുക. ദെൻ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റിസിയബിൾ ആണ് അല്ലെങ്കിൽ ന്യായവാദത്തിന് അർഹമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തല്ല? പെർമനന്റ് അല്ല, ദേ ക്യാൻ ബി റിപ്പീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹാവ് വൈഡ് സെറ്റ് ഓഫ് ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ട്. കാര്യം സിറ്റിസൺസ് ഉണ്ട്, ദെൻ ഫോറിനേഴ്സ് ഉണ്ട്, ദെൻ ലീഗൽ പേഴ്സൺസ് ഉണ്ട്. ഇവർക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? മൗലിക അവകാശങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ സിറ്റിസൺസിന് മാത്രം എക്സ്ക്ലൂസീവായിട്ട് കിട്ടുന്ന അവകാശങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? 15, 16, 19, 29, 30 തുടങ്ങിയവ. പിന്നെ നമ്മൾ പറഞ്ഞു മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നാഷണൽ എമർജൻസിയുടെ സമയത്ത് സസ്പെൻഡ് ചെയ്യാൻ പറ്റും. നാഷണൽ എമർജൻസി ഏത് ഗ്രൗണ്ട് ആയാലും 2 ആർട്ടിക്കിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കാരണവശാലും സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഏതൊക്കെയാണ്? 20, 21. പക്ഷെ 19 വേണമെങ്കിൽ നമുക്ക് സസ്പെൻഡ് ചെയ്യാം. എപ്പോഴാണ്? ഈ പറയുന്ന നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് വാർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷന്റെ സമയത്താണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ആ ഒരു സമയത്തും എന്താണ്? 20, 21 എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. ഇനി മാർഷൽ ലോ ഉള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന മൗലിക അവകാശങ്ങളുടെ ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞു മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് പോസിറ്റീവ് റൈറ്റ്സും ഉണ്ട്, നെഗറ്റീവ് റൈറ്റ്സും ഉണ്ട്. സ്റ്റേറ്റിന്റെ ഇന്റർഫിയറൻസിനെ പരിമിതപ്പെടുത്തുന്ന റൈറ്റ്സ് ആണ് എന്ത്? നെഗറ്റീവ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒരു ഇൻഡിവിജ്വലിന്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നു? സ്പെസിഫിക് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന റൈറ്റ്സ് ആണ് ഏതെന്ന് പറയുന്നത്? പോസിറ്റീവ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? ആർട്ടിക്കിൾ 21A ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു മൗലിക അവകാശങ്ങൾ എന്താണ്? എക്സെപ്ഷൻസ് ആപ്ലിക്കബിൾ ആണ്. കാര്യം 31A 31B 31C എന്താണ്? മൗലിക അവകാശങ്ങൾക്കുള്ള എക്സെപ്ഷൻസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ കൊണ്ടുപോകേണ്ട. കാര്യം നോക്കിക്കേ, നമ്മൾ എന്ത് ചെയ്യുന്നു? ബേസിക് ആയിട്ടുള്ള ഫാക്റ്റും പറഞ്ഞു, അതിനകത്തുള്ള എന്ത് ചെയ്തു? ഡെപ്ത് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇനിയുള്ള പരീക്ഷകൾക്ക്, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ലെവലിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വളരെ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ചും കൂടെ എന്താണ് ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. നോക്കിക്കേ,
വിച്ച് ഓഫ് ദ ഫോളോയിങ് റൈറ്റ്സ് ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി ബൈ ഇന്ത്യൻ സിറ്റിസൺ? ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 15-ലും ആർട്ടിക്കിൾ 16-ലും ആർട്ടിക്കിൾ 19-ലും ആർട്ടിക്കിൾ 29-ലും ആർട്ടിക്കിൾ 30-ലും പറയുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന സംഗതി എവിടാണ്? ആർട്ടിക്കിൾ 14-ലാണ് പറയുന്നത് അല്ലെ. ആർട്ടിക്കിൾ 14-ലാണ് ഇക്വാലിറ്റി ബിഫോർ ലോ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അറിയാം എന്താണ് നമ്പർ 2 എന്ന് പറയുന്ന സംഗതി വരില്ല അല്ലെ. അപ്പൊ 2 ഉള്ള ഓപ്ഷൻസ് എല്ലാം എന്ത് ചെയ്യുന്നു? എ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നു, ബി നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നു, ഓൾ ഓഫ് ദി അബോവ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് 1 and 3ലേക്ക് നമ്മൾ വരും. കാര്യം ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു ഫാക്ട് എന്താണ്? ആർട്ടിക്കിൾ 14-ലാണ് ഇക്വാലിറ്റി ബിഫോർ ലോ വരുന്നത്. കാര്യം നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ഈ പറയുന്ന വൈഡ് സെറ്റ് ഓഫ് ബെനിഫിഷ്യറീസ് ഉണ്ട് എന്നുള്ള ആ ഒരു ഫാക്ട് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർട്ടിക്കിൾ 15, 16, 19, 29, 30 എന്ന് പറയുന്നത് എന്താണ്? സിറ്റിസൺസിന് മാത്രമായിട്ട് ഉള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് എന്താണ്? സിറ്റിസൺസിന് മാത്രം ഉള്ളതല്ല, അത് ആർക്കൊക്കെ ഉണ്ട്? ഫോറിനേഴ്സിനും ഉണ്ട്, ദെൻ അതുകൂടാതെ ലീഗൽ ആയിട്ടുള്ള പേഴ്സൺസിനും ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സെക്കൻഡ് ഓപ്ഷൻ വെച്ച് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ റൂൾ ഔട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ഓപ്ഷൻ സിയിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റും. ഈ പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 19-ലാണ്. ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസും പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 19-ലാണ്. ഈ ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് സിറ്റിസൺസിന് മാത്രം ഉള്ള അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ രീതിയിലാണ് കൊണ്ടുപോകേണ്ടത്. കാര്യം പണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു 1 word ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി അല്ലേ. പക്ഷെ ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള രീതിയിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും മാറി വരണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വരും ദിവസങ്ങളിൽ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഫ്രം ബേസിക് ടു അഡ്വാൻസ്ഡ് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ നിങ്ങളോട് ഗുഡ് ബൈ പറയുവാണ്. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? താഴെ മോർ ക്ലാസ്സസ് എന്ന് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ബൈ.